ആരെനിക്കായി പോകും? ലോകത്തിൻ പ്രകാശമായി ഭൂമി തന്നുപ്പായി സ്നേഹത്തിൽ ജ്വലിച്ചുയർന്ന് ഞാൻ പോകാം. സഭയിലെ 7 കൂദാശകൾ എന്തെല്ലാമാണെന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാം. കൂദാശകൾ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളങ്ങളാണ്. കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആവാസം നമ്മിൽ പ്രകടമാവുകയും നാം വിവിധ ശുശ്രൂഷാ ദൗത്യങ്ങൾക്ക് നിയുക്തരാക്കപ്പെടുകയും ചെയ്യുന്നു. കൂദാശകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആഴമായ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചുള്ള സഭാ പഠനങ്ങൾ നമുക്ക് ഇനി ശ്രവിക്കാം. അപ്പം നമ്മൾ ഈ സഭയിലെ 7 കൂദാശകളെ 3 ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 ഗണങ്ങളായിട്ട് തിരിച്ചു. നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്നത് 2 തരങ്ങളായിട്ട് വിശുദ്ധ കൂദാശകളെ 2 തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? അങ്ങനെ വേദപാഠത്തിൽ പഠിച്ചത് 2 തരങ്ങളായിട്ട് തിരിച്ചിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്നതും പല പ്രാവശ്യം, അല്ലേ, ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാവുന്നതായിട്ട്. അങ്ങനെ ഒരു തിരിവായിരുന്നു ആദ്യം. എന്ന് വെച്ചാൽ പണ്ട് മുതലേ സഭയിലുള്ളതാണ്. ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്നതും ഒന്നിലധികം പ്രാവശ്യം. ഏതൊക്കെയാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ? മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, വിവാഹം, അല്ലേ? ഒരിക്കൽ മാത്രമാണ്. പക്ഷേ 3 ഉള്ളൂ. ഏതൊക്കെയാണത്? മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. വിവാഹം ശരിയാണ്, ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാവുള്ളൂ. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി, വിവാഹബന്ധത്തിൽ മോചിതമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2ാമത് സ്വീകരിക്കുക, അല്ലേ? അപ്പം അതുകൊണ്ടാണ് അതിനെ ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന ഗണത്തിൽപ്പെടുത്താത്തത്. അപ്പം ഈ 3 കൂദാശകളാണ് മാമോദീസായും സ്ഥൈര്യലേപനവും തിരുപ്പട്ടവും. അതിൻ്റെ കാരണം എന്താണ് നമ്മൾ പറയുന്നത്? ഒരിക്കൽ മാത്രം സ്വീകരിക്കാൻ്റെ കാരണം ഈ കൂദാശകൾ വഴി നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ എന്ത് പതിക്കുന്നു? മായാത്ത മുദ്ര പതിക്കുകയാണ്. ഒരു ക്യാരക്ടർ ചേഞ്ചാണ്. ഇപ്പം നമ്മിലൊരു മായാത്ത മുദ്ര പോലെ പരിശുദ്ധാത്മാവ് വസിക്കാൻ തുടങ്ങുന്നു. പണ്ട് പറഞ്ഞത് മായാത്ത മുദ്ര പതിക്കുന്നു എന്നാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മിൽ ഒരു മായാത്ത മുദ്ര പോലെ വസിക്കാൻ തുടങ്ങുകയാണ്. നമ്മിൽ ഒരു സ്വഭാവത്തിൽ തന്നെ ചേഞ്ച് ഉണ്ടാക്കുകയാണ്. മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ, മാമോദീസ പാപമോചനവും ഒന്നാമതായിട്ട് ലഭിക്കുന്ന പാപമോചനമാണ്, പാപങ്ങളുടെ മോചനമാണ്. 2ാമത് നമുക്ക് ലഭിക്കുന്നത് എന്താ? മാമോദീസ വഴി നമ്മൾ ആരായിട്ടാണ് തീരുന്നത്? ദൈവമക്കളായി തീരുന്നു. അതൊരു ക്യാരക്ടർ ചേഞ്ചാണ്, ഇല്ലേ? മാമോദീസയിലൂടെ സംഭവിക്കുന്നതും ആ അനുഭവത്തിലേക്ക് വരുന്നതും എന്താ? നമ്മളൊരു സ്വഭാവത്തിൽ തന്നെ ചേഞ്ച് വരുന്നു. നമ്മളേതാ? മനുഷ്യ മക്കളെന്ന നിലയിൽ നിന്ന് ഏത് മക്കളായിട്ട് മാറുന്നു? ദൈവമക്കളായിട്ട് മാറുന്നു. ഒരു ക്യാരക്ടർ ചേഞ്ചാണ്. പക്ഷെ അത് ചിലപ്പോഴെങ്കിലും അത് സംഭവിക്കാത്തത്, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഈ ചേഞ്ച് മനുഷ്യ ജീവിതത്തിൽ വരാത്തതിൻ്റെ കാരണം ഒരു വലിയ പരിധിവരെ എന്താ? അവൻ ആരാണെന്ന് അവൻ അറിയുന്നില്ല, ഇല്ല. ഈ ചേഞ്ചിലേക്ക് വന്ന, ഈ ജീവിതത്തിലേക്ക് വന്ന ഒരു വിശ്വാസി താൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് ഏത് അവസ്ഥയിൽ തന്നെ ജീവിക്കുന്നു? പഴയ അവസ്ഥയിൽ തന്നെ. ഇതാണ് സംഭവിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തന ഫലമായി നമ്മിലുണ്ടായ ആ വ്യതിയാനം, അല്ലെ ആ വ്യത്യാസം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, ആ അറിവില്ലായ്മ നമ്മളെ ബന്ധിച്ച് കളയും. വാസ്തവത്തിൽ പിശാച് ബന്ധിക്കുന്നതിനേക്കാൾ ഒപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മളെ ബന്ധിക്കുന്ന ഒരു ശക്തിയാണ് എന്താ? അജ്ഞതയുടെ ബന്ധനം, ഇല്ലേ? അജ്ഞതയുടെ ബന്ധനം, അറിവില്ലായ്മയുടെ ബന്ധനമാണ്. നമ്മളെ കെട്ടിയിട്ടിട്ടില്ലെങ്കിലും പിടിച്ചിട്ടിട്ടില്ലേ, അന്ധതയിലായതുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, സത്യത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് നമ്മളെപ്പോഴും എങ്ങനെ നടക്കും? ഇങ്ങനെ നടക്കും. ഇപ്പം നമ്മളതിന് ഉദാഹരണം പറഞ്ഞാൽ, ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയാൻ പാടില്ലെന്ന് പറയും, ഇല്ലേ? അറിയാവോ? ഇല്ല. അറിയാമായിരുന്നെങ്കിൽ ഇത്രയും വലിയ ആന ഇത്രയും ചെറിയ മനുഷ്യൻ്റെ കൂടെ അവൻ പറയണത് കേട്ടോണ്ട് നടക്കുമോ? നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവൻ എന്ന് വെച്ചാൽ ഇത്രയും ശക്തനായ ആനയാണ്, അല്ലെ ശക്തിയുള്ളതാണെങ്കിലും ഈ ഇരുകാലിയായ മനുഷ്യൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് ആര് നടക്കുന്നത്? ആന നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും അതേ അനുഭവമാണ്.
ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ധരിക്കുകയാണ്, ഓ ഞാനിങ്ങനെയാണ്, ഞാൻ മനുഷ്യനെന്നുള്ള നിലയിൽ നിന്ന് മറ്റേ തലം കടന്നിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്താ എനിക്ക് ഉയർന്ന് ചിന്തിക്കാൻ പറ്റില്ല, ദൈവമക്കളുടെ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നില്ല, ആ മക്കളെപ്പോലെ വ്യാപരിക്കാൻ പറ്റുന്നില്ല, ആ മക്കളെപ്പോലെ പെരുമാറാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല. ഇതാണ് അതിൻ്റെ. അപ്പം ഈ മായാത്ത മുദ്ര പോലെ നമ്മുടെ ജീവിതത്തിൽ വരെ നമ്മൾ സ്വഭാവത്തിൽ തന്നെ, എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടർ തന്നെ ചേഞ്ച് ചെയ്യുക, നമ്മുടെ നേച്ചർ തന്നെ മാറ്റുവാണ്. ബേസിക് നേച്ചർ തന്നെ, സ്വഭാവം തന്നെ മാറ്റുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കും. പിന്നെ രണ്ടാമത് അവനെ പിടിച്ച് മുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താ? മേക്ക് ഹിം അവെയർ ഓഫ് വാട്ട് ഹീ ഈസ്. ഇല്ലേ? അവൻ ആരാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുക. ക്രിസ്ത്യാനി, നീ നിന്നെ തന്നെ അറിയാൻ പറയുന്ന വിശുദ്ധരുടെ വചനങ്ങളുണ്ട്, ഇല്ലേ? ക്രിസ്ത്യാനി, നീ നിന്നെ തന്നെ അറിയുക, അപ്പോൾ നിനക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പം നമ്മളെ തന്നെ അറിയണം. ഈ കാര്യങ്ങളും നമ്മളെ ഈ അറിവിലേക്കാണ് നയിക്കുന്നത്. ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നു, ഞാൻ സ്വീകരിക്കുന്ന കൂദാശകളുടെ ശക്തി എന്താണെന്ന് ഞാൻ അറിയുന്നു. അല്ലെങ്കിൽ കൂദാശകൾ സ്വീകരിക്കും നമ്മൾ. ഇപ്പോൾ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുക, പക്ഷേ ആ വിശുദ്ധ കുർബാനയുടെ ശക്തി എന്താണെന്ന് നമ്മൾ അറിയും തോറും അതെന്തായിട്ട് മാറും? എന്നിൽ ശക്തിയായിട്ട് മാറും. അല്ലെങ്കിൽ ഞാൻ കുർബാന സ്വീകരിക്കും, കുർബാനയിൽ പങ്കുചേരും, ഇതെല്ലാം ചെയ്യും, പക്ഷേ അതിൻ്റെ ശക്തി അതിനെ അറിയും തോറുമാണ് അതെൻ്റെ ജീവിതത്തിൽ എന്തായിട്ട് മാറുന്നത്? അനുഭവമായിട്ട് മാറും. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. രണ്ടാമത്തെ സ്ഥൈര്യലേപനം. സ്ഥൈര്യലേപനത്തിലും നമ്മളെ എന്താക്കി ദൈവമക്കളായ മാമോദീസ വഴി ദൈവമക്കളായി തീർന്ന നമുക്ക് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നതിന് ആവശ്യമായ ആത്മീയമായ വരങ്ങളും ദാനങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന കൂദാശയാണ് എന്ത്? സ്ഥൈര്യലേപനം. ഇല്ലേ? ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനും അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും ആവശ്യമായ ആത്മീയമായ വരങ്ങളും ദാനങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. അപ്പോൾ ആ ഡിസ്റ്റിങ്ഷൻ അവിടെയും എന്താ സംഭവിക്കുന്നത്? ഒരു ക്യാരക്ടർ ചെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ മാമോദീസ വഴി ദൈവമക്കളായി തീർന്നു, പക്ഷെ സ്ഥൈര്യലേപനം വഴി നമ്മൾ എന്തായിട്ട് മാറുന്നു? അയക്കപ്പെടുന്നു. കണ്ടോ? യേശു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ആരായിട്ട് മാറി? ശിഷ്യന്മാരായിട്ട് മാറി. ഇല്ലേ? യേശുവിൻ്റെ ശിഷ്യരായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആരായിട്ട് മാറുന്നു? ആരായിട്ട് മാറി? ശിഷ്യന്മാരാരായിട്ട് മാറി? ഒരു ചേഞ്ച് വന്നു. എന്താണ്? ശിഷ്യന്മാരാരായിട്ട് മാറി? അപ്പസ്തോലന്മാരായിട്ട് മാറി. അയക്കപ്പെട്ടവരായിട്ട് മാറി. പക്ഷെ അയക്കപ്പെടുന്നത് ആരുടെ ശക്തിയാലാണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുത്തിട്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ആരെ സ്വീകരിക്കാനാണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് എന്ത് ചെയ്തു? അവരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ നമ്മൾ ഇത്രയും നാൾ ക്രിസ്തു ശിഷ്യരായിരുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ ആരായിട്ട് മാറുന്നു? അപ്പസ്തോലന്മാരായിട്ട് മാറും, സ്ലീഹന്മാരായി അയക്കപ്പെട്ടവരായിട്ട് മാറും. മറ്റത് വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ സ്ഥൈര്യലേപനത്തിലൂടെ അയക്കപ്പെട്ടവരായി. ഇത് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. കാരണം ഇപ്പോൾ സുറിയാനിക്കാർക്കൊരു ബുദ്ധിമുട്ട് വരും. കാരണം വിളിക്കലും അയക്കലും എല്ലാം ഒന്നിച്ച് നടക്കുന്ന ഒരു കർമ്മമായിട്ടാണ് ഇപ്പോൾ പുതിയ ചില കർമ്മക്രമത്തിലൊക്കെ. പക്ഷെ അതിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയാം എന്തുകൊണ്ടാണ്. മൂന്നാമത്തെ കൂദാശ പൗരോഹിത്യത്തിൻ്റെയാണ്, അല്ലേ? എന്ന് വെച്ചാൽ തിരുപ്പട്ടത്തിൻ്റെ കൂദാശ. തിരുപ്പട്ടത്തിലും അതെ, ആ സഭയിൽ ഇപ്പോൾ ഇത്രയും നാൾ നമ്മുടെ സഭയിലെ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാണ്. സ്ഥൈര്യലേപനത്തിലൂടെ എല്ലാവരും ഐക്യപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണെന്ന് പറയുമ്പോൾ അവിടെ സഭയിലെ എല്ലാ മക്കളും ആരായിട്ട് മാറുന്നു? പ്രേക്ഷിതരായിത്തീരുന്നു, ഐക്യപ്പെട്ടവരാണ്, ഈശോയാൽ ഐക്യപ്പെട്ടവരാണ്. ഇങ്ങനെ അങ്ങനെയുള്ള സഭയിൽ വിശുദ്ധ ശുശ്രൂഷ നിറവേറ്റാൻ വേണ്ടി കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നവരാണ് ആര്? വൈദികർ. ഇല്ലേ? അഭിഷിക്തരായിട്ടുള്ള മെത്രാന്മാരും വൈദികരും ഡീക്കന്മാരും. 3 പട്ടങ്ങളും ഔദ്യോഗിക പട്ടങ്ങളാണ്, വലിയ പട്ടങ്ങളാണ്. അതുകൊണ്ട് പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഉടനെ പുരോഹിതൻ മാത്രമല്ല, മെത്രാനും പുരോഹിതനും ഡീക്കന്മാരും മേജർ ഓർഡേഴ്സാണ്. അത് 3 മേജർ. പിന്നെ അതിൻ്റെ മൈനർ ഓർഡേഴ്സാണ്. ഇപ്പോൾ കുർബാനയ്ക്ക് കൊടുക്കുന്നവർക്ക് വേണേൽ പട്ടം കൊടുക്കാം, ഒരു പട്ടം കൊടുക്കാൻ ശുശ്രൂഷയായിട്ട് നടത്താം. അതേസമയം വായിക്കാൻ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടം കൊടുക്കലുണ്ട്, അല്ലേ?
അപ്പോൾ ഓരോ പട്ടങ്ങളും 5-6 പട്ടങ്ങളുണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ വത്തിക്കാൻ കൗൺസിലിന് ശേഷം ചിലതൊക്കെ കുറച്ചിട്ടുണ്ട്. എങ്കിലും മേജർ ഓർഡേഴ്സ് എന്ന് പറയുന്നത്, പട്ടങ്ങളെന്ന് പറയുന്നത് മെത്രാൻ പട്ടവും പൗരോഹിത്യവും ഡീക്കൻ പട്ടവും. പക്ഷെ അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം മായാത്ത മുദ്ര പോലെ നമ്മൾ പതിക്കുകയാണ്. എന്ന് വെച്ചെന്നാൽ മായാത്ത മുദ്രയുടെ അർത്ഥം എന്താ? ചില മുദ്രകൾ നമുക്ക് മാച്ച് കളയാം അല്ലേ? ചില മുദ്രകൾ എത്ര വരച്ചാലും പോവോ? ഇല്ല. അത് അവൻ്റെ ആത്മാവിൽ ആത്മാവ് വന്ന് വസിച്ച് ഒരു അവൻ്റെ സ്വഭാവത്തിൽ തന്നെ ചേഞ്ച് വരുത്തിയിരിക്കുക. അതുകൊണ്ട് ആ കൃപ അവരിൽ നിന്ന് നഷ്ടമാവില്ല. അപ്പം അതുകൊണ്ടാണ് മായാത്ത മുദ്ര എന്ന് പറയുന്നത്. വീണ്ടും അത് ഈ ക്യാരക്ടർ ചേഞ്ച് വരുന്നത് കൊണ്ട് സഭ പറയുകയാണ് ഒരിക്കൽ മാത്രമേ ഇത് സ്വീകരിക്കാവുള്ളൂ. ഇപ്പം മാമോദീസായിൽ നമ്മൾ പറയുന്നു, മാമോദീസായ വീട്ടുമാമോദീസ ഒരാൾ കൊടുത്താൽ അത് വാലിഡാണോ? ആണോ? അതെ, ആണ്. എന്ന് വെച്ചാൽ വേറിപ്പം നമുക്കറിയാം സഭ ഏറ്റവും അവസാനമായിട്ട് അനുവദിക്കുന്നത് വിശുദ്ധജലം കൊണ്ടെങ്കിലും മാമോദീസ വെക്കണം. ഇനി വിശുദ്ധജലം ഇല്ലെങ്കിൽ എന്ത് ജലം മതി? സാധാരണ ജലായാലും മതി. പക്ഷെ ആരുടെ നാമത്തിലായിരിക്കണം മാമോദീസ നൽകേണ്ടത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ. ഒരു ആത്മായ സഹോദരി മാമോദീസ മുക്കിയാലും അത് വാലിഡാണ്. പിന്നെ ആ കൊച്ചിൻ്റെ തലയിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ പള്ളിയിൽ ചെന്ന് എന്താ ചെയ്യുന്നത്? തൈലം പൂശ ശുശ്രൂഷ മാത്രമേ നടത്തുള്ളൂ. കാരണം അതാണ്, വീട്ടുമാമോദീസ പോലും വാലിഡാണ്. കാരണം രണ്ടാമത് ആ കുട്ടീൻ്റെ മേലെ ആത്മാവിന് പിന്നീട് വർഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിവാണ് സഭ കൊടുത്തത്. എന്നാൽ ഇന്ന് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കുദാശകളും ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാവുന്ന കുദാശ തിരിവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സഭ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു തിരിവ് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന തിരിവാണ്. അതാണ് 311 3 കുദാശകളെ കുറിച്ച് കൊടുത്ത 1211 നമ്പറിൽ, അല്ലെ 1210 വായിച്ചിട്ട് സഭയുടെ 7 കുദാശകളുടെ വിശദീകരണം. ആ 3 തിരിവുകളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. 311 പേജ് 1210 നമ്പർ. അപ്പം അവിടെ പറയുകയാണ്, എന്താ ഒന്ന് വായിക്കാം. ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കൂദാശകൾ സ്ഥാപിച്ചു. അവ 7 എണ്ണമുണ്ട്. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഈ 7 കൂദാശകൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും സ്പർശിക്കുന്നു. അവ ക്രൈസ്തവൻ്റെ വിശ്വാസ ജീവിതത്തിന് ജനനവും വളർച്ചയും രോഗവിമുക്തിയും ദൗത്യവും നൽകുന്നു. അങ്ങനെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും തമ്മിൽ കുറേ സാമ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുകയാണ് 7 കൂദാശകൾ. എന്തുകൊണ്ട് 7 കൂദാശകളെന്ന് ചോദിക്കാം ഇല്ലേ? ഇത് ആരാ സ്ഥാപിച്ച? ക്രിസ്തുവിനാ സ്ഥാപിതമായ കൂദാശകളാണ്. കൂദാശകൾ 7 ക്രിസ്തുവിനാ സ്ഥാപിതമാണ്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് 7ആയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകാം. നമുക്കറിയാം ആദിമസഭയിൽ കൂദാശകളുടെ എണ്ണം നിശ്ചയിച്ചിരുന്നില്ല ഇല്ലേ? പിന്നീടാണ് സഭയിൽ കൂദാശകളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അതിന് കാരണം ഒരു വ്യക്തത ഉണ്ടാകാൻ വേണ്ടി. കാരണം ചില സഭകളിൽ ശവസംസ്കാരം കൂദാശയായിരുന്നു. ശവസംസ്കാരം കാരണം ഒരു മനുഷ്യജീവിതത്തിൻ്റെ അവസാനമാണ് ഏത് ഇല്ലേ? മരണവും മരണത്തിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളും. അത് കൂദാശയായിരുന്ന സഭകളുണ്ട്. എന്ന് വെച്ചാൽ ആദിമസഭയിൽ ഇന്ന് നിശ്ചയമായിട്ടില്ലായിരുന്നു. ഇപ്പോഴും നമ്മുടെ സഭയിൽ ഉപയോഗിക്കുന്ന 2-3 വാക്ക്. മൂറോൻ കൂദാശയായിരുന്നു. സൈത്ത് വെഞ്ചരിപ്പെന്നാണ് ഇപ്പം നമ്മൾ പറയുന്നത് അല്ലേ? സ്ഥൈര്യലേപനത്തിന് ഉപയോഗിക്കുന്നതും തിരുപ്പട്ടത്തിന് ഉപയോഗിക്കുന്നതുമായ സൈത്ത് വെഞ്ചരിക്കുന്നത് ഇന്ന് നമ്മൾ സൈത്ത് വെഞ്ചരിപ്പെന്നാണ് പറയും. പക്ഷേ നമ്മുടെ സഭയിൽ തന്നെ, ഇവിടെ കേരളത്തിൽ തന്നെ സുറിയാനി സഭയിൽ മൂറോൻ കൂദാശ അല്ലെ സൈത്ത് കൂദാശ എന്നാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് അത് കൂദാശയായിരുന്നു ആദ്യം ഒരു കാലഘട്ടത്തിലാണ്. പിന്നീടും ഉണ്ട് പള്ളി വെഞ്ചരിപ്പെന്നല്ല പറയുക. എന്താ ഇപ്പോഴാണ് നമ്മൾ പള്ളി വെഞ്ചരിപ്പെന്നൊക്കെ പറഞ്ഞോടെ. പക്ഷേ മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? പള്ളി കൂദാശ ചെയ്യുകയാണ്. കാരണം ആ കൂദാശ എന്നുള്ള വാക്കുന്ന കോൺസെക്രേഷനാണ്. കണ്ടോ? കോൺസെക്രേറ്റ് ചെയ്യുക, പ്രതിഷ്ഠിക്കുക. നമ്മുടെ മലയാളത്തിൽ അല്ലെ ഭാരതീയ ദർശനത്തിൽ പറയുകയാണെങ്കിൽ പ്രതിഷ്ഠ ഇല്ലേ? പ്രതിഷ്ഠിക്കുക. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പണിതുണ്ടാക്കുന്നൊരു പള്ളി, ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ, അത് പള്ളിയായിട്ട് പണിയുന്നത്. പക്ഷേ പണിത് ഭംഗിയായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാലും അത് പള്ളിയായിട്ട് തീരുമോ?
പള്ളിയായിട്ട് തീരുന്ന എപ്പോഴാ? കൂദാശയിലൂടെ, ആ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ. അതുവഴിയായിട്ട് എന്ത് സംഭവിക്കുന്നു? ആ പള്ളിയിൽ ഒരു പ്രത്യേക സാന്നിധ്യം തുടങ്ങും. ആരുടെ സാന്നിധ്യം? ദൈവത്തിൻ്റെ സാന്നിധ്യം തുടങ്ങും. പ്രത്യേക സാന്നിധ്യം. ആ സാന്നിധ്യമാണ് ദേവാലയത്തെ ശക്തമാക്കുന്നത്. അപ്പം അങ്ങനെ കൂദാശ ഉണ്ട്. പക്ഷേ സഭയിൽ പിന്നീട് മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ വിശുദ്ധീകരിക്കുക എന്നുള്ള, ശക്തിപ്പെടുത്തുക എന്നുള്ള തലത്തിൽ 7 കൂദാശ. അതുകൊണ്ടാണ് ഇവിടുത്തെ അവസാന വാക്ക് പറയുന്നത്, സെൻറ്റൻസ് പറഞ്ഞേക്കുന്നത്, സ്വാഭാവിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും തമ്മിൽ സാമ്യമുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അടയാളത്തെ, ഒരു കൊച്ചിൻ്റെ ജനനം, വളർച്ച, പിന്നെ ജീവിതാവസ്ഥകൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ആത്മീയ ജീവിതത്തിൻ്റെ ജനനവും വളർച്ചയും ജീവിതാവസ്ഥകളും നിശ്ചയിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന തലങ്ങളായിട്ട് 7 കൂദാശകൾ സ്ഥാപിക്കുക. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് സഭ 7 കൂദാശകളെ 3 ഗണമായിട്ട് തിരിച്ചിരിക്കുകയാണ്. കണ്ടോ, 3 ഗണമായിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് 1211 അടുത്ത ഖണ്ഡികയിൽ പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 3 ഗണങ്ങൾ? ഏതൊക്കെയാ? ഒന്ന് വായിക്കാം. ഈ സാധർമ്മ്യം കണക്കിലെടുത്തുകൊണ്ട് 1-ാം അധ്യായം ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള ഔപചാരിക പ്രവേശനത്തിൻ്റെ 3 കൂദാശകളെപ്പറ്റി വിവരിക്കുന്നു. 2-ാമത്തെ അധ്യായം സൗഖ്യദാനത്തിൻ്റെ കൂദാശകളെയും 3-ാമത്തെ അധ്യായം വിശ്വാസികളുടെ ഐക്യത്തിനായുള്ള ശുശ്രൂഷയുടെയും ദൗത്യത്തിൻ്റെയും കൂദാശകളെയും വിവരിക്കുന്നു. കൂദാശകളെ പരിഗണിക്കുന്നതിന് ഈ ക്രമം മാത്രമല്ല ഉള്ളതെങ്കിലും ഓരോ കൂദാശയ്ക്കും അതിൻ്റേതായ സജീവ സ്ഥാനമുള്ള ഒരു ജൈവ സമഗ്രതയ്ക്ക് കൂദാശകൾ രൂപം നൽകുന്നുവെന്ന് കാണിച്ചു തരുവാൻ ഈ ക്രമം സഹായകമാണ്. ഈ ജൈവ സമഗ്രതയിൽ വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശ എന്ന നിലയിൽ അതുല്യമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു. മറ്റുള്ള എല്ലാ കൂദാശകളും അവയുടെ ലക്ഷ്യമായ കുർബാനയിലേക്ക് ഉന്മുഖമാക്കപ്പെട്ടവയാണ് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആ 3 കൂദാശകളുടെ 3 തിരിവിൻ്റെ 3 കൂദാശകളെ 3 ഗണമായിട്ട് തിരിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് പറയുക. 3 കൂദാശകൾ, ആ തിരിവ് നമുക്കറിയാം. പ്രാരംഭ കൂദാശകളും, പിന്നെ ഏതാ? സൗഖ്യദായിക കൂദാശകളും, പിന്നെ ഏതാ? ശുശ്രൂഷയുടെ കൂദാശകളുമാണ്. ശുശ്രൂഷയുടെ കൂദാശകൾ. അപ്പോൾ ആ 3 തലങ്ങളായിട്ടാണ് തരുന്നത്. അപ്പോൾ പ്രാരംഭ കൂദാശ, പ്രവേശക കൂദാശകളെന്നും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാക്രമെൻറ്റ്സ് ഓഫ് ഇനീസിയേഷൻ, പ്രാരംഭ കൂദാശകൾ അല്ലെങ്കിൽ പ്രവേശക കൂദാശകൾ എന്ന് പറയാൻ കാരണം സഭാസമൂഹത്തിലേക്ക് നമ്മൾ ഉൾച്ചേർക്കപ്പെടുന്നത്, പ്രവേശിപ്പിക്കപ്പെടുന്നത് ഏതിലൂടെയാണ്? കൂദാശകളിലൂടെ. ഏതൊക്കെയാണത്? മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിൽ. അതിലൂടെയാണ് ഒരു വ്യക്തി സമഗ്രമായി സഭാസമൂഹത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നത്. അപ്പോൾ മാമോദിസ നൽകുന്നതിലൂടെ നമ്മൾ സഭയിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ ഒരു പടി കൂടെ കടന്ന് ആ പ്രവേശനത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഇത് സ്ഥൈര്യലേപനം, ഇല്ലേ? സ്ഥൈര്യലേപനം. ഇനി അങ്ങനെ സ്ഥൈര്യലേപനം സ്വീകരിച്ച ആത്മശക്തിയാൽ നിറഞ്ഞൊരു വ്യക്തിക്ക് വീണ്ടും ആ ഉൾച്ചേർക്കേണ്ട വിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തത്തിലേക്കും ആ വിശുദ്ധ ബലി അർപ്പണത്തിലേക്കുമൊക്കെ ഉൾച്ചേർക്കുന്നത് ഏതിലൂടെയാണ്? വിശുദ്ധ കുർബാനയിലൂടെ. കണ്ടോ, ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം അതിനെയാണ്, ഈ 3 കൂദാശകളെയാണ് എന്തെന്ന് പറയുന്നത്? പ്രവേശക കൂദാശകൾ അഥവാ പ്രാരംഭ കൂദാശകൾ എന്ന് പറയുന്നു. മാമോദിസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. ഇപ്പോൾ പ്രവേശക കൂദാശകൾ എന്ന് പറയാൻ കാരണം, സാക്രമെൻറ്റ്സ് ഓഫ് ഇനിസിയേഷൻ എന്ന് പറയാൻ കാരണം ഈ അർത്ഥത്തിലാണ്. ഈ കൂദാശകളിലൂടെ ഒരു വ്യക്തി സഭാജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് കൊണ്ട്, അല്ലെ ഉൾച്ചേർക്കപ്പെടുന്നത് കൊണ്ട് ഈ കൂദാശകളെ പ്രവേശക കൂദാശകൾ അല്ലെങ്കിൽ പ്രാരംഭ കൂദാശകൾ എന്ന് വിളിക്കുന്നു. ഇനി പ്രാരംഭ കൂദാശകൾ എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതിൻ്റെ കാരണം, ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പ്രാരംഭം കുറിക്കുന്ന, അതിന് തുടക്കം കുറിക്കുന്ന കൂദാശകളായതുകൊണ്ടാണ് അതിനെ മറ്റൊരു വാക്ക് പറയുന്നത്. ഏതാ? പ്രാരംഭ കൂദാശകളെന്ന് നമ്മൾ പറയുന്നു. ഈ 2 അർത്ഥത്തിലും ഈ ആദ്യത്തെ 3 കൂദാശകൾ അറിയപ്പെടുക.
എന്നാൽ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർക്കാനുള്ളത്, വിശുദ്ധ കുർബാന പ്രാരംഭ കൂദാശയുമാണ്. ഒപ്പം തന്നെ വേറൊരു കൂദാശ എന്താണ്? വളർച്ചയുടെ കൂദാശകളെന്ന് പണ്ട് പറഞ്ഞിരുന്നു, ഇല്ലേ? വളർച്ചയുടെ കൂദാശകളാണ് നമുക്ക് ഏതൊക്കെയാ? വിശുദ്ധ കുർബാനയും കുമ്പസാരവും രോഗീലേപനവും എല്ലാം എന്തിനുള്ളതാണ്? വളർച്ചയുടെ കൂദാശ. അങ്ങനെ ഒരു തിരിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ വേറൊരു അർത്ഥത്തിലാണ് വളർച്ചയുടെ കൂദാശകൾ എന്ന് പറഞ്ഞത്. കാരണം എന്താ? നമ്മൾ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ജനിക്കുന്നു, വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും രോഗീലേപനത്തിലൂടെയും എല്ലാം നിരന്തരം നമ്മൾ പരിപോഷിപ്പിക്കപ്പെടുന്നു. വിവാഹത്തിലൂടെയും തിരുപ്പട്ടത്തിലൂടെയും വിവാഹത്തിലൂടെയും സഭാസമൂഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ജനങ്ങളെ കർത്താവ് നിയോഗിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിലാണ്. അപ്പോൾ വളർച്ചയുടെ കൂദാശകൾ എന്നൊരു അർത്ഥം പണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ മതബോധ ഗ്രന്ഥത്തിൽ ആ വളർച്ചയുടെ കൺസെപ്റ്റ് പറയുന്നുണ്ടെങ്കിലും വളർച്ചയുടെ കൂദാശകൾ എന്നുള്ളൊരു തിരിവ് മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 തലങ്ങൾ ഏതൊക്കെയാണ്? പ്രാരംഭ കൂദാശകൾ, പിന്നെ ഏതാ? സൗഖ്യദായക കൂദാശ. സൗഖ്യദായക കൂദാശകൾ ഏതൊക്കെയാണ്? കുമ്പസാരവും രോഗീലേപനം. സൗഖ്യദായക കൂദാശ. ഈ സൗഖ്യദായക കൂദാശകളിൽ കുമ്പസാരത്തിലൂടെ നമ്മുടെ ആത്മാവിന് സൗഖ്യം നൽകുന്ന, പാപബന്ധിതമായി വിഷലിപ്തമായി അസ്വസ്ഥമാകുന്ന രോഗബാധിതമാകുന്ന ആത്മാവിന് സൗഖ്യം നൽകുന്ന കൂദാശയായതുകൊണ്ട് കുമ്പസാരം എന്ത് കൂദാശയായിട്ട് മാറുന്നു? സൗഖ്യദായക കൂദാശയായിട്ട് മാറും. ഇനി ശരീരത്തിൻ്റെ രോഗം, കാരണം ഇത് ചിലപ്പോൾ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. നമുക്കറിയാം, രോഗീലേപനം എന്ന കൂദാശയുടെ ലക്ഷ്യം പാപമോചനമാണ് ആദ്യമെന്ന് പറഞ്ഞിരുന്നത്. കാരണം യാക്കോസ്ലിയ പറയുന്നത് എന്താ? നിങ്ങൾ രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ വന്ന് രോഗികൾക്ക് തൈലം പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കർത്താവ് അവനെ സുഖപ്പെടുത്തും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവനോട് ക്ഷമിക്കുകയും ചെയ്യും. പാപമോചനം അവിടെ എന്തായിട്ടാണ് വരുന്നത്? സെക്കൻഡായിട്ടാണ് വരുന്നത്, ഇല്ലേ? പ്രധാന ലക്ഷ്യം എന്താണ്? രോഗീലേപനത്തിൻ്റെ സൗഖ്യം തന്നെയാണ്. പക്ഷെ അവിടെയും നമുക്കുള്ള പ്രശ്നം ഇതാണ്, ഈ കൂദാശയുടെ ശക്തി മനസ്സിലാകാഞ്ഞത് കൊണ്ട്, അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടാഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ശക്തിയുടെ അനുഭവത്തിലേക്ക് വരാൻ പലർക്കും സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പറയുന്നത് എന്താ? ഇടക്കാലത്ത് നമുക്കറിയാം, ഈ രോഗീലേപനം എന്ന കൂദാശ അന്ത്യകൂദാശയായിട്ട് മാറി, ഇല്ലേ? അന്ത്യകൂദാശ വാസ്തവത്തിൽ ലാസ്റ്റ് സാക്രമെൻ്റ് എന്ന് പറഞ്ഞൊരു വാക്കില്ല സഭയിൽ. ലാസ്റ്റ് സാക്രമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ലാസ്റ്റ് സാക്രമെൻറ്റ്സ് എന്ന് പറയുന്നത്? 3 കാര്യങ്ങളാണ്: കുമ്പസാരം, രോഗീലേപനം, വിശുദ്ധ കുർബാന, ഇല്ലേ? ഇത് 3 കാര്യങ്ങളാണ് കൊടുത്തത്. പക്ഷെ ലാസ്റ്റ് സാക്രമെൻറ്റ്സ് കൊടുക്കാൻ എന്ന് വെച്ചാൽ ഒരാൾ മരണത്തിലേക്ക് അടക്കുന്ന അവസരത്തിൽ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി അവരെ അയക്കുക, സ്വർഗീയ ജീവിതത്തിന് അയക്കുക. അതുകൊണ്ട് ലാസ്റ്റ് അന്ത്യകൂദാശകൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞ് അവസാനം എന്താ? അവൻ അന്ത്യകൂദാശ കൊടുത്തെന്നായി, ഇല്ലേ? കൂദാശകൾ എന്നുള്ള വാക്ക് മാറ്റി പിന്നെ എന്തായിട്ട് മാറി? അന്ത്യകൂദാശ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായിട്ട് മാറി? ഓട്ടോമാറ്റിക്കായിട്ട് രോഗീലേപനമാണ്. അപ്പോൾ നേരെ തിരിഞ്ഞ് നോക്കണം, സഭയിൽ തിരിഞ്ഞിരിഞ്ഞ് വന്ന്. അപ്പോൾ അവസാനം എന്തായി? രോഗീലേപനം രോഗികൾക്ക് കൊടുക്കുന്ന കൂദാശയല്ല, പിന്നെ ആർക്ക് കൊടുക്കുന്ന കൂദാശയാണ്? മരിക്കാൻ കിടക്കുന്നവർക്ക് കൊടുക്കുന്ന കൂദാശ. അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. പക്ഷെ പിന്നീട് തിരിച്ച് സഭ വന്നതിൻ്റെ അടയാളമാണ് ഈ രോഗീലേപനം എന്ന വാക്ക് തന്നെ, സാക്രമെൻ്റ് ഓഫ് ഹീലിംഗ് എന്ന വാക്ക് തന്നെ വരാനായിട്ട്, അനോയിൻറ്റിങ് ഓഫ് ദ സിക്ക് എന്നുള്ള ആ വാക്ക് തന്നെ തിരിച്ചു വരാൻ കാരണം ഈ അർത്ഥം കിട്ടിയത് കൊണ്ട്. എന്താ? രോഗീലേപനം കർത്താവ് സ്ഥാപിച്ച് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആളുകൾക്കും സഭയ്ക്കും ഈ വിശ്വാസം, ആ ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? സൗഖ്യദായകമായ ശക്തിയായിട്ട് മാറും. വിശ്വാസമില്ലെങ്കിൽ ശക്തി ഉണ്ടാവുമോ? കൂദാശയുടെ ശക്തിയുടെ പ്രശ്നമാണോ? ആണോ? അല്ല. കാരണം എന്താ? ബൈബിളിൽ പറയുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈശോയ്ക്ക് അദിവ്യമായ ശക്തി, ദൈവപുത്രൻ എന്നുള്ള ഈശോയുടെ സൗഖ്യദായകമായ ശക്തി അതുല്യമാണ്, നമുക്കറിയാം. എന്നാൽ ഈശോ സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഏതാനും രോഗികളെ സുഖപ്പെടുത്താനല്ലാതെ മറ്റൊരു അത്ഭുതവും പ്രവർത്തിക്കാൻ അവിടത്തേക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് മർക്കോസ് പറയാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ്. എന്താ കാരണം? അവരുടെ വിശ്വാസക്കുറവ് മൂലം എന്ന് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലും കൂദാശകൾക്ക് ശക്തിയുണ്ടെങ്കിലും ആ കൂദാശകൾ എന്നിൽ ഫലപ്രദമാകുന്നത്, ഇഫക്റ്റീവാകുന്നത് എപ്പോഴാണ്? എന്നിൽ വിശ്വാസം. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച്, ആ വിശ്വാസത്തിൻ്റെ ബോധ്യമനുസരിച്ച്
കൂദാശകളിൽ എന്നിൽ ഫലം പുറപ്പെടുവിക്കുന്നതിലും വ്യത്യാസം ഉണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞത്. അറിവ് പ്രധാനപ്പെട്ട ബോധ്യങ്ങൾ, പ്രധാന വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരേണ്ടത് നമ്മുടെ ജീവിതത്തിനും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇതാണ് സൗഖ്യദായക കൂദാശകൾ. അപ്പോൾ കുമ്പസാരം ആത്മാവിൻ്റെ പാപങ്ങൾ മോചിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നു. മറ്റത് രോഗിലേപനം ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറ്റി നമ്മളെ ശക്തരാക്കണം. കാരണം കർത്താവ് ആഗ്രഹിക്കുകയാണ് നമ്മൾ ശക്തരായി തീരണം, അല്ലാണ്ട് തളർന്ന് രോഗികളായിട്ട് ജീവിക്കണമെന്നല്ല. ഈശോ രോഗികളെ അന്ന് സുഖപ്പെടുത്തിയ അതേ ഈശോ ഇന്ന് തൻ്റെ ശുശ്രൂഷകരായ വൈദികരിലൂടെ അല്ലെ അഭിഷിക്തരായ വൈദികരിലൂടെ വിശുദ്ധ തൈലം പൂശി രോഗികളെ സുഖപ്പെടുത്തുകയാണ്, ആ ശക്തി കൊടുക്കുകയാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം ശിഷ്യന്മാർ കർത്താവ് 70 വരെ അയച്ചു കഴിഞ്ഞപ്പോൾ അവർ പോയി പുറപ്പെട്ട് എന്ത് ചെയ്യുകയാണ്? തൈലം പൂശി അനേകം രോഗികളെ സുഖപ്പെടുത്തിയെന്ന്. കാരണം തൈലം പൂശൽ അന്നത്തെ ഒരു ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ട് അതേ കർത്താവ് ആ മാധ്യമം ഉപയോഗിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകുകയാണ്, സൗഖ്യദായി. അങ്ങനെ നമ്മളെ ശക്തിപ്പെടുത്തുക, ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവ് ശരീരത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തും.